തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു. UDFന് നേരിയ മുൻതൂക്കം പ്രവചിച്ച മുഴുവൻ ഫലങ്ങളും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. എന്നാൽ പലപ്പോഴും യാഥാർത്ഥ്യവും എക്സിറ്റ് പോൾ ഫലങ്ങളും തമ്മിൽ വലിയ അന്തരം ഉണ്ടാകാറുള്ളത് ചരിത്രം. 2021 വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചപ്പോൾ എക്സിറ്റ് പോളുകളുടെ കൃത്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ശക്തമാകും. 2021 പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ വലിയ തോതിൽ പരാജയപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ് 215 സീറ്റുകൾ നേടി വൻ വിജയം കൈവരിച്ചപ്പോൾ BJP 77 സീറ്റുകളിൽ ഒതുങ്ങി. എന്നാൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും BJPക്ക് മുന്നേറ്റം പ്രവചിക്കുകയോ അല്ലെങ്കിൽ ഇരു പാർട്ടികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കുമെന്ന് അവകാശപ്പെടുകയോ ചെയ്തു. ജൻ കി ബാത്ത് പോലുള്ള ഏജൻസികൾ BJP വിജയം പ്രവചിച്ചെങ്കിലും ഫലം വന്നപ്പോൾ അത് പൂർണ്ണമായും തെറ്റി. എക്സിറ്റ് പോളുകൾ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടനത്തെ 61 സീറ്റുകൾ വരെ കുറച്ചു കാണുകയും BJPയുടേത് 49 സീറ്റുകൾ വരെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ 2021 DMK സഖ്യം 159 സീറ്റുകൾ നേടി വൻ വിജയം നേടിയിരുന്നു. DMK അധികാരത്തിൽ വരുമെന്ന് മിക്ക എക്സിറ്റ് പോളുകളും കൃത്യമായി പ്രവചിച്ചിരുന്നു. TV9 പോൾസ്റ്റാർ, ഷൈനിങ് ഇന്ത്യ ന്യൂസ് തുടങ്ങിയവ ഫലത്തോട് ഏറെക്കുറെ അടുത്തെത്തിയെങ്കിലും ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ തുടങ്ങിയവ സീറ്റ് നില പ്രവചിക്കുന്നതിൽ പരാജയമായി. 2016 എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തെറ്റിയ ചരിത്രവും തമിഴ്നാട്ടിലുണ്ട്. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തുടർച്ചയായി അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു. എന്നാൽ LDFന്റെ വിജയത്തിന്റെ വ്യാപ്തി മനസ്സിലായില്ല. ചില ഏജൻസികൾ തൂക്കുമന്ത്രിസഭയോ ചെറിയ ഭൂരിപക്ഷമോ മാത്രമാണ് പ്രവചിച്ചത്. ശരാശരി കണക്കുകൾ നോക്കിയാൽ LDFന് 17 സീറ്റുകൾ വരെ കുറച്ചു കാണുകയും UDFന് 15 സീറ്റുകൾ അധികമായി നൽകുകയും ചെയ്തു. ജനവിധിയിൽ അടിത്തട്ടിലെ ചലനങ്ങൾ മനസ്സിലാക്കുന്നതിൽ സർവേകൾ പരാജയപ്പെടുന്നതിന് തെളിവായിരുന്നു ഈ ഫലം. അതേസമയം ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ കൃത്യമായി. BJP അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഭൂരിഭാഗം സർവേകളും കൃത്യമായി പ്രവചിച്ചു. 75 സീറ്റുകൾ നേടി BJP സഖ്യം അധികാരത്തിലെത്തി. മിക്കവാറും എല്ലാ സർവേകളും BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. സീറ്റുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിലും രാഷ്ട്രീയ ചിത്രം കൃത്യമായി പ്രവചിക്കാൻ ആസാമിലെ കാര്യത്തിൽ എക്സിറ്റ് പോളുകൾക്ക് സാധിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വൻ മുന്നേറ്റം നേടി അധികാരത്തിൽ വരുമെന്നായിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യ മുന്നണി മികച്ച മത്സരം കാഴ്ചവെച്ച് സീറ്റ് നില വർദ്ധിപ്പിച്ചിരുന്നു. എക്സിറ്റ് പോളുകൾ ശാസ്ത്രീയമാണെന്ന് അവകാശപ്പെടുമ്പോഴും അവ പലപ്പോഴും തെറ്റാറുണ്ട്. പലപ്പോഴും വോട്ടർമാർ തങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് സർവേ നടത്തുന്നവരോട് വെളിപ്പെടുത്താൻ മടിക്കാറുമുണ്ട്. കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ വോട്ടർമാർ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നവരാകണമെന്നില്ല. പോളിംഗിന് തൊട്ടു മുമ്പ് നടക്കുന്ന പ്രചാരണങ്ങൾ പലപ്പോഴും വോട്ടർമാരുടെ നിലപാടിൽ മാറ്റം വരുത്താറുണ്ട്. എന്നാൽ ഇത് പല എക്സിറ്റ് പോളുകളിലും പ്രതിഫലിക്കില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്ന വലിയൊരു വിഭാഗം നിശബ്ദ വോട്ടർമാരുണ്ട്. ഇവരുടെ മനസ്സറിയാൻ പലപ്പോഴും സർവേകൾക്ക് കഴിയാറില്ല എന്നതാണ് സത്യം. അപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി നമുക്ക് അടുത്ത മാസം 4-ാം തീയതി വരെ കാത്തിരിക്കാം.